പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കാനും ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും
പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, പശുത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ കാണാൻ പോകുന്നത് വിശ്വാസത്തെ ബേസ് ചെയ്ത് കർത്താവിൻ്റെ കാലത്ത് കർത്താവിനോട് ചുറ്റിപ്പറ്റി നടന്നവർ ഉയർത്തിയ കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. മാർക്കോസിന്റെ സുവിശേഷം 4:41. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പൊ അതായത് ഈ യേശുവിലേക്കുള്ള വിശ്വാസ യാത്രയെന്ന് പറയണത് അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ ക്ലാസ്സുകളാണിതെല്ലാം. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ക്ലാസ്സുകളാണിതെല്ലാം. അതുകൊണ്ട് അത് എന്താ ഈശോ പ്രാഥമിക ക്ലാസ്സാന്ന് പറയാൻ കാരണം എന്തറിയോ? നിർബന്ധിച്ചു എന്നൊരു വാക്കുണ്ട്. ക്വസ്റ്റിന്റെ 6:45 വായിച്ചേ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഈ യാത്രയില് എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകണാണ്. ഇക്കരയില് അപ്പോസ്തലന്മാരെ അക്കരയ്ക്ക് തള്ളിവിടും. എന്നിട്ട് ഒരു രാത്രി കടലിലേക്ക് തള്ളിവിടണ കാണാം. അത് കമാൻഡാണ്. യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രി കടലിലേക്ക് അപ്പോസ്തലന്മാരെ തള്ളിവിട്ടേറ്റും ഈശോ അവിടെ കൂടെ കയറത്തില്ല. എന്നിട്ട് മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും. 4 യാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടുങ്കാറ്റ്, കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ മീതെ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോ അവരെ തള്ളിവിട്ടെന്നല്ല എൻ്റെ അർത്ഥം, നിർബന്ധിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോഴ് അവർ അവരുടെ സംഘർഷ ഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചുപോയി. അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും. എന്താ പറയണത്? ഭൂതമല്ല, ഞാനാണെന്ന് പറയും. ഇത് ഞാനാണ്. അപ്പോഴും നമ്മൾ 6:41 പ്രശ്നം വരും. 6:40 എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വിശ്വാസ പരീക്ഷണങ്ങളാണ്. നമ്മുടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയല്ലേ. ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി. ഇവൻ ആരാണ്? ഞാൻ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനാണ് എന്ന്. അപ്പോൾ ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിൽ
പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും. അപ്പം അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദിമസഭയിൽ അനുഭവങ്ങൾ, ഇപ്പം കൃപാസനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അനുഭവങ്ങൾക്കല്ലേ. അനുഭവ സാക്ഷ്യം എന്നല്ല പറയുന്നത്. അതിൻ്റെ കാരണം അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകിയെന്നില്ലേ. നടപടി പുസ്തകം 17:26 ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്ത് വിഷയം മനസ്സിലായില്ലേ? അപ്പൊ അനുഭവം ഒരു പ്രശ്നമാണ്. ഈ ഇരുട്ട് കടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത്, നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ. അപ്പം നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കള് തോന്നിയവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മളെ നിങ്ങൾ എന്തുണ്ടാക്കി ചില മക്കൾ മാതാപിതാക്കന്മാരില്ലേ, മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കള് ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ. അപ്പം നിങ്ങളെ പ്രൈസ്തലോട് പറഞ്ഞാൽ മതി, അവരൊന്നും പറയരുത്, അവരെ ശപിക്കൊന്നും ചെയ്യരുത്, അവർക്കറിയില്ല. അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിയിടുന്നതാണ്. അത് നിർബന്ധിച്ച വാക്ക് മറന്നു പോരുത്. മർക്കോസ് 6:45 താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഇരുട്ടുകടലേക്ക് നിർബന്ധിച്ച് വിടുകയാണേ. എന്തിനാണ്? ഒരു അനുഭവം ഉണ്ടാകാൻ. എന്നിട്ട് ഇവര് അപ്പോസ്തലന്മാരെപ്പോലെ നമ്മള് 4:40 ചോദിച്ചില്ലേ, ഇവൻ ആരാണ്? ആറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം നിന്റെ രോഗങ്ങളും നിന്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിന്റെ ജോലി ചില സമയത്ത് നഷ്ടപ്പെടുന്നതും നിന്റെ വിസ പ്രോസസ്സ് ആകാതിരിക്കുന്നതും നിന്റെ ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദൈവവേദനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവപരിപാലനയായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാവും, ദൈവത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം. പരിശുദ്ധ കൃപാസന മാതാവിനും യേശുവിനും 1000 നന്ദി. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞറിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2019 MBBS പഠിക്കാനായിട്ട് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ യുക്രൈനിലാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞ് 2019 പകുതിയായപ്പോൾ തന്നെ കോവിഡ് കാരണം തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ ഒന്ന് ശരിയായി തിരിച്ചു പോയി അവിടെ ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിന് പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധം കാരണം പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ കൂടുതൽ സമയം ഒരു 3rd ഇയർ വരെ ഞാൻ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചത്. ആ സമയത്ത് ഒത്തിരി ആൾക്കാരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. അതായത് ഇനി കോളേജിൽ പോകാൻ പറ്റുമോ, കോളേജ് ഇനി പഠിത്തം നിനക്ക് പഠിക്കാൻ പറ്റുമോ, നിനക്ക് ഇവിടെ തന്നെ ഡിഗ്രി ഏതെങ്കിലും ചെയ്താൽ പോരായിരുന്നോ, അങ്ങനെയൊക്കെ. അങ്ങനെ പെട്ടെന്ന് ഒരു 7 മാസം ഞാൻ നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോവുമായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറച്ച് ഫ്രണ്ട്സ് വേറെ കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാനും വേറൊന്നും നോക്കിയില്ല, അധികം ഒന്നും ചിന്തിച്ചില്ല, എങ്ങനെയും പഠിത്തം പൂർത്തീകരിക്കണം അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി മോൾഡോവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എടുക്കുകയായിരുന്നു. ഞാൻ മോൾഡോവയിൽ 4th ഇയറിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ മോൾഡോവയിൽ ചെന്ന് 4th ഇയർ പകുതിയായപ്പോഴാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്കൊരു സാക്ഷ്യം ഇട്ട് തന്ന് എന്നോട് പറയുന്നത്, നീ ഇതൊന്ന് കേട്ട് നോക്ക്, ഞാനിത് കേട്ടതാ, ഞാൻ കൃപാസനത്തിലൊന്ന് പോയി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്
ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു മോൾഡോയിൽ. അങ്ങനെ ആ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ അമ്മ ഇവിടുത്തെ ബുക്കും ഉപ്പും ഒക്കെ കുറച്ച് കാര്യങ്ങൾ തന്നു വിട്ടു. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമൊക്കെ അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു. ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പിന്നെ ഇവിടെ വന്ന് NRI ഉടമ്പടി എടുത്തു. അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ നാട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ അതെനിക്കൊരു ഇതായി മാറി. ഞാൻ പിന്നെ 6th ഇയറിൽ ലാസ്റ്റ് ഫൈനൽ ഇയർ ആയപ്പോൾ എല്ലാം ഫുള്ള് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു, വൈകിട്ട് വരുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് രാവിലെ ഉള്ള സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, എന്നാലും ഞാൻ വൈകിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാൻ ഇവിടുത്തെ കുഞ്ഞ് ലോക്കറ്റും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത്. അങ്ങനെ നാട്ടിൽ ഞാൻ ഈ വർഷം ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത്. നാട്ടിൽ വന്ന് പുറത്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം നാട്ടിൽ ഇന്ത്യയിൽ പാസ്സായാൽ മാത്രമേ നമുക്കിവിടെ ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എക്സാം വർഷത്തിൽ 2 വട്ടം മാത്രമാണ് നടക്കുന്നത്. ഭയങ്കര പാസിംഗ് പെർസെൻറ്റേജ് ഭയങ്കര കുറവുള്ളൊരു എക്സാമാണ്. ഇത്രയും നാളിൽ ഒരിക്കലും ഒരു 25% കൂടുതൽ ഒരിക്കലും ഒരു ഇതുവരെയുള്ള എക്സാമിനേഷന് പാസിംഗ് പെർസെൻറ്റേജ് പോയിട്ടില്ല. എത്ര പഠിക്കുന്ന കുട്ടികളാണേലും 150 മാർക്കാണ്. 300 മാർക്സിലാണ് എക്സാം. ഇത് MCQ എക്സാമാണ്. 150 മാർക്സാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. 150 മാർക്ക് കിട്ടിയാൽ പാസ്സാകും. പക്ഷെ കുറേ കുട്ടികൾ എത്ര പഠിച്ചിട്ടാണേലും 149 മാർക്കിൽ വന്ന് അവർ കൊണ്ട് നിർത്തും. ഈ എക്സാമിന് റീവാലുവേഷനോ അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നതെന്ന് നമുക്ക് പിന്നെ അവർ ഇട്ട് തരുകയോ ആൻസർ കീയോ അങ്ങനെ ഒന്നുമില്ല. അവർ പബ്ലിഷ് ചെയ്ത മാർക്ക് അതാണ് നമ്മുടെ മാർക്ക്. അതിൽ പിന്നെ നമുക്ക് ഒരു ചോദ്യം ഇല്ല. അതിൽ കിട്ടിയില്ലേ പിന്നെ അടുത്തതിന് പഠിക്കുക, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ ഇതിനായിട്ട് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പം നാട്ടിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാവരുടെയും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിട്ട് വന്നേനല്ല, ഞാൻ 6 വർഷം പഠിച്ചിട്ട് വന്നേനല്ല, ഇവിടെ വന്ന് നിനക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുമോ, നിൻ്റെ ആരും ഇതുവരെ പാസ്സായിട്ടില്ല, ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ തുടക്കം തൊട്ടേ കേട്ടോണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ജൂലൈയിലാണ് ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയത്. 19 സബ്ജക്റ്റാണുള്ളത്. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. ഞാൻ പഠിക്കും. ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന് ടീച്ചേഴ്സ് പറയും, ഞാൻ ഓൺലൈനായിട്ടാണ് കോച്ചിങ് എടുത്തത്, ടീച്ചേഴ്സ് പറയും നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 4 റിവിഷൻസ് എങ്കിലും 3 to 4 റിവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തുള്ളൂ. അത്ര കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഇപ്പോൾ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഈ എക്സാമിൻ്റെ ലെവല് FMG ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ പോലും നീറ്റ് PGയുടെ ലെവലിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത്, എയിംസിൻ്റെ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പറയും ചുമ്മാ കാണാതെ പഠിച്ചു പോയി ഒരിക്കലും എഴുതാൻ പറ്റില്ല, MCQ പ്രാക്ടീസ് ചെയ്യണം, അത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ മാത്രമേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന് എല്ലാവരും ഞങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ഞാൻ അത്രയും നാൾ പഠിച്ച ജൂലൈ തൊട്ട് ഒക്ടോബർ തൊട്ട് പഠിച്ച പോലും ചില സബ്ജക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നവംബർ തൊട്ട് പിന്നെയും അത് തന്നെ ഇരുന്ന് പഠിക്കുക. ഡിസംബറിൽ ഞാൻ ഒരു വട്ടം ഫുൾ സബ്ജക്ട്സ് തീർത്തു. അപ്പം ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ജനുവരി 17th എനിക്ക് എക്സാം. എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെയും ഞാൻ റിവിഷൻസ് അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ശരിക്കും പഠിക്കുമായിരുന്നു. ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നു, എനിക്ക് അച്ഛൻ്റെ ഇന്ന് അനുഗ്രഹം വാങ്ങാൻ പറ്റി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് പാസ്സാവാൻ പറ്റത്തില്ല. ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോഴായാലും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ടായിരുന്നു എനിക്ക് 7 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്ട്രിക്റ്റ് ചെക്കിംഗ് ആയിരുന്നു. അമ്മ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ ലോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് തന്നു. ആദ്യത്തെ പാട്ട് എന്ന് പറയുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് വെച്ചാൽ ആദ്യത്തെ പാട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്, പിന്നെ 2ാമത്തെ പാട്ട്, അങ്ങനെ ആയിരുന്നു. ഞാൻ ഓരോ വചനവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ആദ്യത്തെ പാർട്ടിലാണെങ്കിൽ എനിക്ക് ടെൻഷൻ കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്നു, എനിക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. എനിക്ക് ആദ്യത്തെ പാർട്ടി 2 ക്വസ്റ്റ്യൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അല്ലേലേ എല്ലാവരും ഫെയിലാവുമോ, ഇനി ഞാൻ എൻ്റെ കാരണത്താൽ തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ ആദ്യത്തെ പാർട്ടി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ തിരിച്ചിറങ്ങി വന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ബുക്കൊന്ന് മറിച്ച് നോക്കി. ഞാൻ പ്രാർത്ഥിച്ച് അധികം ഒന്നും നോക്കിയില്ല. ഞാൻ ഹാളിൽ പിന്നെയും തിരിച്ചു കയറി ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇരുന്ന സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിലും അമ്മ എനിക്ക് തൈലം പൂശി തന്നിരുന്നു തലയിൽ. അത് ഞാൻ കുരിശ് വരച്ചു. ഞാൻ മൗസിൻ്റെ അവിടെ ആരും കാണാതെ കുറച്ച് ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അല്ല, സെക്കൻഡ് പാർട്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കഴിയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് അറിയാവുന്ന ആയിരിക്കണേ, അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനത്തോടൊന്ന് എഴുതാൻ പറ്റണേ. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ പഠിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അതെനിക്ക് ഒരു സംശയമില്ലാതെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്ലിനിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസായി. 6 ലൈൻ ക്വസ്റ്റ്യൻസൊക്കെ. അത് 1 മിനിറ്റിലാണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കണ്ടേ. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഞാനൊരു ആൻസർ മനസ്സിൽ ഉറപ്പിക്കുമ്പം ഓപ്ഷൻസ് നോക്കുമ്പം എല്ലാം ഒരേപോലെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഞാൻ പിന്നെ ഒന്നും അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വിട്ടുപോകുന്നു പേടിച്ചിട്ട് ഞാൻ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിനി ഈ ഒരു എക്സാം എഴുതാൻ ഒന്നുകൂടെ ഈ സെൻറ്ററിൽ വരല്ലേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോഴും എല്ലാവരും നല്ല സങ്കടത്തിലായിരുന്നു. പിന്നെ ഫ്രണ്ട്സും പറഞ്ഞു നല്ല പാടായിരുന്നു. ടീച്ചേഴ്സും ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഭയങ്കര പാട്. അങ്ങനെ ടീച്ചേഴ്സും പറഞ്ഞു ഈ വട്ടത്തെ എക്സാം ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞങ്ങൾ എഴുതുന്ന എവിടെ പോയാലും തടസ്സങ്ങളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു അന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ് എല്ലാം, സ്റ്റുഡൻസ് ഓർമ്മയുള്ള ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആക്കി. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത്ര ക്ലിനിക്കൽ രീതിയിലായിരുന്നു ഈ വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചത്. എയിംസ് ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരിക്കലും അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അല്ലായിരുന്നു, നീറ്റ് PG ലെവലിലായിരുന്നു. അപ്പം അവർ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ടീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു, അതിനായിട്ടുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളൊരു എക്സാം എഴുതി ഒന്ന് റിലാക്സ് ആവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. അപ്പം കുട്ടികളെല്ലാം ഗ്രൂപ്പിൽ പറയുക, പെട്ടെന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുക പെട്ടെന്ന് റീകോൾ PDF ഇറക്കണം, അപ്പോൾ അവർക്ക് മാർക്ക് കൂട്ടാലോ, അപ്പോൾ അവർക്കൊന്ന് ഇതാവല്ലോ. ഞാൻ ഒരു റീകോൾ PDF നോക്കിയില്ല. ഞാൻ റിസൾട്ട് വരുന്നവരെ ഞാൻ ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാവും ഭയങ്കരമായിട്ട്. പിന്നെ ആ സമയത്ത് ഞാനും അമ്മയും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറഞ്ഞു നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, അമ്മ മാതാവ് കൈവിടില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഒരു ദിവസം ഇതേപോലെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാനൊരു ക്വസ്റ്റ്യൻ നോക്കി, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനായിട്ട് പോലും എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, മിക്കവാറും ഫെയിലാവും. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞത്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത്. അങ്ങനെ ഈ ജനുവരി 29-ാം തീയതി വൈകിട്ട് ഒരു 7 മണിയായപ്പോഴാണ് റിസൾട്ട് വന്നത്. രാവിലെ അമ്മ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഇന്ന് വൈകിട്ട് എന്തായാലും റിസൾട്ട് വരും, എന്തായാലും വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ റിസൾട്ട് വരും. അങ്ങനെ ഞാൻ ഫോൺ നോക്കിയില്ല. പെട്ടെന്ന് ഞാൻ പോയി ഫോൺ നോക്കിയപ്പം വാട്സപ്പിൽ ഫുള്ള് PDFs കിടക്കുന്നു. ചുമ്മാ എടുത്ത് നോക്കി. PDF തുറക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ PDF തുറന്നത്. അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെയും കൊണ്ട് ഞാനിവിടെ വന്നിരുന്നു. എക്സാം കഴിഞ്ഞ ഒരു സൺഡേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അമ്മ മാതാവേ എനിക്ക് അടുത്ത ആഴ്ച ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ പറ്റണമേ, അമ്മയുടെ ഒരു സാക്ഷിയെ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കാരണം എനിക്കിന്ന് ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയാൻ സാധിച്ചു. കാരുണ്യപ്രവൃത്തിയായി ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു തുക അവിടെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും പേഷ്യൻസിനൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ ഞാനൊരു 10th ക്ലാസ് തൊട്ടേ ചർച്ചിൽ പോകുന്ന ഒരാളാണ്. എന്നാലും അങ്ങനെ ഡീപ്ലി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, കറക്റ്റായിട്ടൊരു ഇതൊരു വെച്ച് പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവിടെ പഠിച്ച സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുമായിരുന്നു.
ന്യൂ ഇയറിൻ്റെ സമയത്തായാലും അവിടുത്തെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവും ഈശോൻ്റെ അനുഗ്രഹവും കൊണ്ട് എനിക്ക് വലിയൊരു വിജയം നൽകിയതിന് ഒത്തിരി നന്ദി. സ്തഫാനിയ 3:17 നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. ഫോറിൻ മെഡിക്കൽ പഠനവും ഇവിടെ നാട്ടിൽ വന്ന അതിൻ്റെ തത്തുല്യ പരീക്ഷ എഴുതി വിജയിച്ചതുമാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. രണ്ടും ഏറെ പ്രതിസന്ധിയും ക്ലേശവും നിറഞ്ഞ കാലമായിരുന്നുവെന്ന് മകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉക്രൈനിലാണ് മെഡിക്കൽ പഠനത്തിന് പോയത്. അവിടെ ഉണ്ടായ തുടർച്ചയായ യുദ്ധങ്ങൾ മകളുടെ പഠനത്തെ സാരമായി ബാധിച്ചു. എങ്കിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണവും ഉടമ്പടിയുടെ ബലവും അത് മറ്റൊരു രാജ്യത്തേക്ക് പഠനം പൂർത്തീകരിച്ചെടുക്കുവാൻ മകളെ സഹായിച്ചു. നാട്ടിൽ വന്ന ഏറെ ക്ലേശകരമായ FMG പരീക്ഷ മകൾ എഴുതുമ്പോൾ അത് തയ്യാറെടുക്കും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ആ സിലബസിൻ്റെ വ്യാപ്തിയും ഒക്കെ മകൾ കാണുന്തോറും ഏറെ ക്ലേശം അനുഭവിച്ചിരുന്നു. മകൾ പറഞ്ഞു, കൂടെയുള്ളവർ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു തീർക്കുവാൻ കഷ്ടപ്പെടുന്ന നാളുകളായിരുന്നുവെന്ന്. പരീക്ഷ എഴുതുവാൻ വേണ്ടി ചെന്ന ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തരങ്ങളെല്ലാം ഒരേപോലെ തോന്നുകയും എന്തടയാളപ്പെടുത്തണമെന്ന് പോലും അറിയാതെ ഞാൻ ക്ലേശിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെയും എൻ്റെ ഉടമ്പടി മാതാവും ഉടമ്പടി നേർച്ചവസ്തുക്കളുമാണ് എന്നെ ഉത്തരങ്ങൾ കൃത്യമായി ലോക്ക് ചെയ്ത് പോകുവാൻ സഹായിച്ചതും. അത് പിന്നീട് എല്ലാവരും MCQ വെച്ച് ഏതാണ് ഉത്തരങ്ങളെന്നൊക്കെ കാൽക്കുലേഷൻ ചെയ്യുവാൻ പോകുമ്പോൾ അതിനൊന്നും പരിശ്രമിക്കാതെ അമ്മയുടെ കരങ്ങളിലേക്ക് ആ പരീക്ഷയെ മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി ഉപ്പിട്ട് ഇനി ഒരിക്കൽ കൂടി ഈ ഒരു പരീക്ഷ, ഇത്ര ക്ലേശകരമായൊരു പരീക്ഷ എഴുതുവാൻ എന്നെ ഇവിടെ വരുത്തിക്കരുതേ, കൊണ്ടുവരുവാൻ ഇടയാകരുതേ എന്ന് മകൾ പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പോകുന്നതും പിന്നീട് ആ റിസൾട്ട് വരുന്നത് വരെയുള്ള കാലയളവിൽ അമ്മയും മോളും ഒരുപോലെ അമ്മ മാതാവിൻ്റെ അരികിൽ തിഷ്ടമായ പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം എന്നിവയിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ പരീക്ഷയുടെ വിജയം അതിനുവേണ്ടി നിരന്തരം നിലകൊണ്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, മകൾ പോലും ആ റിസൾട്ട് വന്നതിന് മുൻപുള്ള ആഴ്ചയിൽ ഇവിടെ അമ്മയുടെ അരികിൽ വന്ന് കൃത്യമായി പ്രാർത്ഥിക്കുകയും അമ്മയുടെ അരികിൽ അടുത്തൊരാഴ്ച വന്ന് അമ്മയുടെ തിരുമുമ്പിൽ സന്തോഷത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തുവെന്ന്. ഇന്ന് മകൾ നല്ല മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്ന, ഏറെ ക്ലേശമെന്ന് നാം കരുതുന്നതിന് പോലും ദൈവികമായ സംരക്ഷണം ഒരുക്കിത്തരുന്ന ദൈവികമായ വലിയ ഇടപെടലിനെയാണ് മകൾ അടയാളപ്പെടുത്തുന്നത്. അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കഴിവ് പരിമിതമാണെങ്കിലും എനിക്ക് സ്വയമേവ എൻ്റെ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നേടിയെടുക്കുവാൻ സാധിക്കാത്തതാണെങ്കിലും അമ്മ എനിക്ക് വേണ്ടി അത് ഒരുക്കിത്തരികയും എൻ്റെ ആ പരിശ്രമത്തെയും എൻ്റെ പ്രാർത്ഥനയെയും അംഗീകരിച്ചുകൊണ്ട് വിജയം നൽകുമെന്ന് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ ഉടമ്പടി ജീവിതാനുഭവവും നമ്മളെ ഓർമ്മിപ്പിക്കുക ദൈവകരങ്ങളിലേക്കുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവത്തിന് വിട്ടുകൊടുക്കുക, അവൻ കൂടെ നിന്ന് പ്രവർത്തിക്കും എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മാറിത്തുടങ്ങും. നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ, നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കാതെ, നമ്മുടെ സാധ്യതകളിൽ ആശ്രയിക്കാതെ, ബന്ധുബലത്തിൽ ആശ്രയിക്കാതെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നമെന്തോ ആ പ്രശ്നത്തിന് എനിക്ക് മതിയായവൻ ഈശോ കർത്താവ് മാത്രമെന്നും അമ്മ മാതാവിൻ്റെ വലിയ കൃപ ഈശോയുടെ അരികിൽ എനിക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥമാകുമ്പോൾ എൻ്റെ ഉടമ്പടി ജീവിതം അത് വൃത്തിയിലും എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൂടെ നിന്ന് എനിക്ക് നൽകേണ്ട വിജയം, എനിക്ക് നൽകേണ്ട സുരക്ഷിതത്വം, എനിക്ക് നൽകേണ്ട മേൽഗതി അത് തരുമെന്ന് വിശ്വസിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അമ്മയുടെ കരങ്ങളിലേക്ക് എളിമയോടുകൂടി ജീവിത വിഷയം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാം. എല്ലാം അമ്മ മാതാവും ഈശോയും നമുക്ക് വേണ്ടി നേടിത്തരുവാൻ എപ്പോഴും സന്നദ്ധമാണ്. അതുകൊണ്ട് പ്രത്യാശയുള്ള വിശ്വാസത്തോടുകൂടി ഉടമ്പടിയിൽ നമുക്ക് നിലനിൽക്കുകയും മുന്നേറുകയും ചെയ്യാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഞാൻ തോമസ് MV, തൃശ്ശൂർ രൂപതയിലെ ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വരുന്നു. 2023
നവംബർ 25-ാം തീയതി ഞാൻ ഇവിടെ ഒരു അത്ഭുത സാക്ഷ്യം പറഞ്ഞിരുന്നു. ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററായി ഒരു ഹെഡ് മാസ്റ്ററുടെ അത്ഭുത സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് അത് പേരിട്ടിരുന്നത്. എൻ്റെ ലുക്കീമിയയിൽ നിന്നും എൻ്റെ തമ്പുരാൻ എന്നെ കൈപ്പിടിച്ചുയർത്തിയ അനുഭവമായിരുന്നു അത്. 2025 മെയ് മാസത്തിൽ ഞാനും ചേട്ടനും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡുണ്ടായിരുന്നു. എന്നെ മറികടന്ന് ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്യുകയും ഞാൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണു. എന്നെ എൻ്റെ മാതാവ് കൈവെള്ളയിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ എനിക്കോ ചേട്ടനോ ഒരു കേടും വരാതെ ആണ് ഞങ്ങൾ തെറിച്ചു വീണത്. ആളുകളെല്ലാം ഓടിക്കൂടി. ഞങ്ങൾ വണ്ടിയെടുത്ത്, ഒരു കുഴപ്പം വന്നില്ല, ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുകയും ചെയ്തു. അടുത്തതായി എൻ്റെ മകളുടെ ഒരു അത്ഭുത സാക്ഷ്യത്തിനായി ഞാൻ മകൾക്ക് കൈമാറുന്നു. എൻ്റെ പേര് ആഷ തോമസ്. ഞാൻ ചൈനയിലാണ് പഠിക്കുന്നത്. MBBS ആണ് പഠിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2024 ഫെബ്രുവരി 16-ാം തീയതിയാണ്. ഞങ്ങൾക്ക് HSK എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായാലാണ് അവിടെ ഇൻറ്റേൺഷിപ്പിന് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം എഴുതി, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. 10 മാർക്കിന് ഫെയിലായി. അപ്പോൾ ഞാൻ വെക്കേഷന് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഡാഡിയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ബ്ലെസ്സിങ് കിട്ടി. മാർച്ച് 16-ാം തീയതി ഞാൻ ചൈനയ്ക്ക് പോയി അവിടെ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ എനിക്ക് മാതാവിൽ കുറച്ച് വിശ്വാസം വന്നു. അപ്പോൾ ഡാഡി പറയാറുണ്ട്, ഇനി നീ ഉടമ്പടി എടുക്കണം. അപ്പോൾ പക്ഷേ ഞാൻ ഇതിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇതൊക്കെ പാലിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇല്ല, ഞാൻ എടുക്കണില്ല, ഡാഡി എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറി. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ലൈസൻസിന് വേണ്ടി FMG എന്ന എക്സാം പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ തന്നെ കേട്ട സാക്ഷ്യം പോലെ നല്ല പാടുള്ള എക്സാമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും രാത്രികളിലിരുന്ന് കുറേ ഉറച്ചിരുന്ന് പഠിച്ചു. പ്രാർത്ഥന സൺഡേ മാത്രമാണ് ഞങ്ങൾ ചൈനയിൽ അവിടെ കുർബാനയുള്ളൂ. സൺഡേകളിലെല്ലാ കുർബാനയ്ക്കും പോവാറുണ്ട്. പിന്നെ വേറൊന്നും അങ്ങനെ ഇല്ല, പ്രാർത്ഥിക്കാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഡാഡിയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാം പാസ്സാവുമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈ 23-ാം തീയതി ഞാൻ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി വന്നു. പക്ഷേ അന്ന് പറഞ്ഞു 18 വയസ്സിന് മേലെയുള്ളവർ ഉടമ്പടി എടുത്താൽ മാത്രമേ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഈശ്വര പെട്ടല്ലോ, ഇനി ഞാൻ ഇതൊക്കെ ചെയ്യണമല്ലോ. പെട്ടെന്നായിരുന്നു. അന്ന് തന്നെ ഉടമ്പടി ക്ലാസ് എടുത്ത് അന്ന് തന്നെ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പാസ്സായിരിക്കും, എന്തായാലും ഉടമ്പടി എടുത്തല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ 26-ാം തീയതി എക്സാം നല്ല ടഫായിരുന്നു. എനിക്കൊരു ക്വസ്റ്റ്യനും കിട്ടണില്ല, കിളി പോയ അവസ്ഥയായിരുന്നു. ഞാൻ ഈശ്വര ഇതെന്തത്, എല്ലാ ക്വസ്റ്റ്യനും കുറേ പഠിച്ചിട്ട് വന്ന ഞാൻ ഒന്നും കിട്ടാത്ത അവസ്ഥ. എന്നാലും ഞാൻ വിചാരിച്ചു ജയിക്കുമായിരിക്കും, മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ, ജയിക്കുമായിരിക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം ലേറ്റായി. ഓഗസ്റ്റ് 13-ാം തീയതി റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ പാസ്സായില്ല, 20 മാർക്കിന് പോയി. ഞാൻ ആകെ സെഡായി. എന്താ പറയുക, കുറച്ച് പേര് പാസ്സായി, കുറേ പേര് പാസ്സായില്ല. ഞങ്ങൾ പാസ്സാവാത്തൊരു സങ്കടത്തിലായി. അങ്ങനെ ഞാൻ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി വീണ്ടും അതൊക്കെ പഠിക്കണമല്ലോ. 19 സബ്ജക്റ്റ് ഉണ്ട്. ആ 19 സബ്ജക്റ്റും ഒരു സബ്ജക്റ്റ് പഠിച്ചു തീരുമ്പോൾ അടുത്ത സബ്ജക്റ്റ് മാർക്കും. അതാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ 19 സബ്ജക്റ്റും പഠിച്ചു വരുമ്പോൾ ഫസ്റ്റ് പഠിച്ചത് മറക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര അവസ്ഥയായിരുന്നു. ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പറ്റണില്ലല്ലോ, ഞാൻ വെറുതെ വീഡിയോ കോഴ്സ് കണ്ടിരിക്കുക. ഞാൻ തന്നെയാണ് പഠിച്ചിരുന്നത്, ഒരു ഫാക്കൽറ്റിയിലും പോയിട്ടില്ല. യൂട്യൂബിൽ വീഡിയോസും പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ സഹായിക്കണം, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഒക്ടോബർ 21-ാം തീയതി പുതുക്കാൻ വന്നു ഉടമ്പടി. അങ്ങനെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി ഞാൻ നന്നായിട്ട് ചെയ്യുന്ന മാതാവിനെ പ്രതിജ്ഞ എടുത്തു.
അങ്ങനെ ബൈബിൾ വായന അരമണിക്കൂർ നിർബന്ധമായിട്ട് ഞാൻ ചെയ്തു. പേഴ്സണൽ പ്രെയർ 20 മിനിറ്റ് ഞാൻ നന്നായിട്ട് ചെയ്തു. ഇതൊന്നും ഞാൻ ആദ്യം ചെയ്യാറുണ്ടായിരുന്നില്ല. ഒക്ടോബർ 25-ാം തീയതി ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ജപമാല റാലി ഡാഡി 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ചൂടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റുമെന്നൊരു പിടിയുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അർത്തുങ്കൽ പള്ളിയിലേക്കുള്ള വഴി കാണുമ്പോൾ ഞാൻ ഞാൻ അടുത്ത വഴി കയറോ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊന്ത ചൊല്ലി നടന്നാൽ മതി, അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ കൊന്ത ചൊല്ലി നടന്നു. കൊന്ത ചൊല്ലി നടക്കുമ്പോൾ എന്താണെന്നറിയാം, ഒരു പവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി പൊക്കോ, ഞാൻ അർത്തുങ്കൽ പള്ളി കണ്ടോളാം. കാരണം ഡാഡി ഒറ്റ പോക്ക് പോയി, എനിക്ക് പറ്റണില്ല. അങ്ങനെ ഞാൻ മാധവനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ അവിടെ എത്തി, അർത്തുങ്കൽ പള്ളിയിലെത്തി. അങ്ങനെ ഞാൻ മാധവൻ നന്ദി പറഞ്ഞു, മാധവേ നന്ദി, എന്നെ നാണം കെടുത്തിയില്ലല്ലോ. ഡാഡി ലുക്കിമിയായിട്ട് 2 പ്രാവശ്യം നടന്നു. എനിക്കൊരു കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ എന്നെ മാധവ നടത്തി അവിടെ എത്തിച്ചു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവും. അങ്ങനെ നവംബറിൽ ഞാൻ മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നവംബർ 1-ാം തീയതി തൊട്ട് ഞാൻ എക്സാമിന് വീണ്ടും തയ്യാറെടുത്തു. അത്രയും നാൾ ഞാൻ പഠിച്ചിട്ടില്ല. നവംബർ 1-ാം തീയതി തൊട്ട് തുടങ്ങി. നവംബർ 19-ാം തീയതി ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉപ്പും തൈലവും ഞാൻ എന്നും ബുക്കുമ പറ്റിയിട്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പോൾ ഇവിടുത്തെ കൗൺസിലറിനോട് ഒരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിലിപ്പി 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു ഗീവ്സ് മീ സ്ട്രെങ്ത്. അങ്ങനെ ഞാൻ ആ വചനം എപ്പോഴും പ്രാർത്ഥിച്ചാണ് ഞാൻ പഠിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പോൾ പഠിക്കലായിരുന്നില്ല, റിവിഷനായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഫുള്ള് റിവൈസ് ചെയ്യാം, അങ്ങനത്തെ ഇതായിരുന്നു. അങ്ങനെ ജാനുവരി 17-നായിരുന്നു എക്സാം. ജാനുവരി 13-ന് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാണ് വന്നിരുന്നു ഇവിടെ. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ അന്ന് ഓഫീസിൽ അവിടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞിരുന്നു, ആശ സാക്ഷ്യം പറഞ്ഞോട്ടാ. അപ്പോൾ ഞാൻ ചിരിച്ചു, ഓക്കെ സാക്ഷ്യം പറയാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഉണർവായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പാസ്സാവും, അങ്ങനെ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് ഇങ്ങനെ തലേദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു, വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പൊക്കോ, ഇനി നീ പാസ്സാവും. ഉടമ്പടി തൈലം നന്നായിട്ട് കുരിശുമ നെറ്റിമ കുരിശു പറ്റി വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കുറേ കേട്ടിരുന്നു. ജനുവരി 17-ാം തീയതി ഞാനും ഡാഡി അമ്മയും എൻ്റെ അനിയനും ഒരുമിച്ചാണ് എക്സാം സെൻറ്ററിലേക്ക് പോയത്. ആലുവയിലായിരുന്നു എക്സാം. അങ്ങനെ ഞാൻ അവിടുത്തെ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉപ്പ് വെതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എക്സാം സെൻറ്ററിൽ കയറുമ്പോൾ കാശ് രൂപ ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ ബാഗിലാണ് വെച്ചത്. ഡാഡി പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ട് മോളെ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തൈലം നന്നായിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി. എനിക്ക് ഫസ്റ്റത്തെ മൊഡ്യൂള് 150 ക്വസ്റ്റ്യൻസിൻ്റെ മൊഡ്യൂള് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ മാധവനോട് പറഞ്ഞു, മാധവ് ഇതെന്ത് എനിക്ക് കുറേ കണ്ട പോലെ, പക്ഷേ ഭയങ്കര ടഫായിരുന്നു. കുറേ വായിക്കാണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെൻറ്റൻസ് മാത്രം നോക്കി ഉത്തരം കുത്തി അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കിയുള്ളവരൊക്കെ പഠിപ്പായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചില്ല. സെക്കൻഡ് മൊഡ്യൂൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ഞാൻ പഠിച്ചില്ല. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി, അങ്ങനെയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് ഒന്നും നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് മാതാവിന് എനിക്ക് അടുത്ത പ്രാവശ്യം കൂടി വരാൻ സാധിക്കില്ല, എനിക്ക് ഇപ്രാവശ്യം തന്നെ തരണേ, അങ്ങനെയായിരുന്നു ഞാൻ. എനിക്ക് പറ്റണില്ല, എനിക്ക് കമ്പ്യൂട്ടറിൽ നോക്കാൻ പറ്റണില്ല, തലവേദന എടുത്ത് പൊള്ളിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കുത്തുമായിരുന്നു. അങ്ങനെ എല്ലാം കുത്തി. പക്ഷെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ഡാഡി അമ്മയും പുറത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഡാഡി അമ്മയും, മോളെ നിനക്ക് നല്ല സന്തോഷമാണല്ലോ, നിനക്ക് എളുപ്പമായിരുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കുന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി യൂട്യൂബിലൊക്കെ തുറന്നോക്കിയപ്പോൾ അവർ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞു.
ടഫ് തന്നെയാണ്. കുറേ സെൻറ്റൻസ് വായിച്ചിട്ട് വേണം എഴുതാൻ. 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കണം. പക്ഷേ അത്ര സമയമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ റീകോളൊന്നും കണ്ടില്ല, കാരണം ഇനി ആൻസർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തല കറങ്ങി വീഴും. ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അങ്ങനെ റീകോളൊന്നും കണ്ടില്ല. ഞാൻ ഫോണിൽ യൂട്യൂബ് തന്നെ തുറന്നു നോക്കിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ജനുവരി 27 വരെ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരായിരിക്കും ശരിക്കും പ്രാർത്ഥിച്ചു. പക്ഷേ ജനുവരി 27 ഒന്നും വന്നില്ല. അങ്ങനെ 29 രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ മാത്രം മുറിയിലായിരുന്നു. ഞാൻ എൻ്റെ ഡാഡിയോട് അമ്മോട് അനിയനോടൊന്നും പറഞ്ഞില്ല, കാരണം ഇവരൊക്കെ വീട്ടിലുണ്ട്. ഈശ്വര, എനിക്കിനി ഇതായി ടെൻഷനായി. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ നോക്കി, ഞാൻ പാസ്സായി. ഞാൻ പറഞ്ഞു, ഡാഡി ഞാൻ പാസ്സായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതമായി സരള മരം പോലെയാണ് ഞാൻ, നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. തോമസ് എന്ന മകനും തൻ്റെ മകൾ ആശയുമാണ് ഇവിടെ നമ്മോട് പ്രത്യക്ഷീകരണ സാക്ഷ്യം പങ്കുവച്ചത്. ഇവരുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടായ വലിയ അത്ഭുതങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെയും ഈശോ ഇവർക്കായി ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവരോട് ഏറ്റുപറയുന്നത്. ആശ പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹൂ സ്ട്രെങ്തൻസ് മീ എന്ന വചനം മകളെ വളരെയധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ FMG പരീക്ഷ പാസ്സാകുവാനായിട്ട് സാധിച്ചു എന്ന് ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈശോ നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടോ എന്നാണ്. ആശയ്ക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള വലിയ ഒരു ബുദ്ധിമുട്ട്, കാരണം എനിക്കിതെല്ലാം പാലിക്കാൻ സാധിക്കുമോ, ഈശോയോടുള്ള വിശ്വസ്തത നിലനിർത്താൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്കയോടുകൂടി പക്ഷേ തൻ്റെ എക്സാം പാസ്സാവുകയും വേണം. ജോസഫ് അച്ഛൻ വളരെ സങ്കടത്തോടുകൂടി നമ്മയോട് പറയുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉടമ്പടി എടുക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്, നാം ഒരു പ്രേക്ഷിതരായി തീരുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വിളികൾ വ്യത്യസ്തമാണ്. പ്രവാചകൻ പ്രവചിക്കട്ടെ, ഗുരു പഠിപ്പിക്കട്ടെ, വൈദ്യൻ ശുശ്രൂഷ ചെയ്യട്ടെ, ഹീൽ ചെയ്യട്ടെ എന്നെല്ലാമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവരുടേതായ അയക്കപ്പെട്ടവൻ എന്നാണ് നമ്മെക്കുറിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ, പ്രേക്ഷിതൻ എന്ന് വെച്ചാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തന്നെ ഉത്തരവാദിത്വത്തോടെ അയക്കപ്പെട്ടവരാണ് എന്ന ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡോക്ടറിൻ്റെയും ഒരു ടീച്ചറിൻ്റെയും ഒരു പ്രധാനാധ്യാപകൻ്റെയും ഉള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷനും ലിറ്ററസിയും രണ്ടാണെന്ന് നമുക്കറിയാം. ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ വളരെ എഴുത്തും വായനയുള്ളവരാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ വളരെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമെല്ലാമാണെന്ന് നമുക്കറിയാം. ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവങ്ങൾ ദൈവം നൽകിയിരിക്കുകയാണ്. ഒരു MBBS അല്ലെങ്കിൽ ഒരു FMG എക്സാം പാസ്സാവുന്നതിലല്ല, ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നതിലാണ് നമുക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവോ അതിനാനുപാതികമായി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ആ കാരുണ്യപ്രവൃത്തികൾ ഈശോയെ സ്നേഹിക്കുവാനും, ഈശോയ്ക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുക്കുവാനും, ഈശോ നഗ്നനായപ്പോൾ ഉടുപ്പിക്കുവാനും, ഈശോ പരദേശവാസിയായിരുന്നപ്പോൾ അവിടുത്തെ ചെന്ന് കാണുവാനുമൊക്കെയുള്ള വലിയ ഹൃദയ വിശാലത നമുക്ക് ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെപ്പോഴും വചനത്തിനനുസരിച്ച് ജീവിക്കാം. വചനത്തിൽ അടിയുറച്ച ഒരു ജീവിതത്തിൽ നമുക്കെപ്പോഴും ഐക്യപ്പെട്ടവരായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ആശ പറയുന്നത് പോലെ എല്ലാം എനിക്കൊരു യോഗ്യതയുമില്ലായിരുന്നു, പല പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടിട്ടും ദൈവം എന്നെ ഉയർത്തിയ ഒരു വലിയ സാക്ഷ്യത്തെക്കുറിച്ച് ആശ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തോമസ് എന്ന ഈ ഹെഡ് മാസ്റ്ററിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്.
അദ്ദേഹത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിവെച്ച് ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് ഏറ്റുപറയുന്ന ഒരു സാക്ഷ്യമാണിത്. നമുക്കെപ്പോഴും ഈശോയെ സ്നേഹിക്കാം. പരിശുദ്ധ അമ്മയുടെ ഗൈഡൻസ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂടെ സഞ്ചരിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമ്മാനിക്കാം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നതിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് പ്രമീള, ഇതെൻ്റെ അനിയത്തി ദീപ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഉടമ്പടിയിലൂടെ എനിക്കുണ്ടായ അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു നഴ്സാണ്. ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് KTCT എന്ന ഹോസ്പിറ്റലാണ്. എനിക്ക് അവിടെ യാത്ര ചെയ്യാൻ തന്നെ 2 മണിക്കൂർ ആവശ്യമായി വരും. അങ്ങനെ ആ സാലറിയും അവിടെ കുറവാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും വിദേശത്ത് പോകുന്നു, എനിക്ക് മാത്രം വിദേശത്ത് പോകാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ സാലറിയിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഓവർ ഡ്യൂട്ടി, ഓവർ ടൈം, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറയുമായിരുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും എന്ന് പറയുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത, ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതും ആത്മീയമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുപാട് താമസിക്കും. ആ സമയത്തൊന്നും എനിക്ക് പ്രാർത്ഥിക്കുവാനോ ഈശോയുടെ സമയം ചിലവഴിക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു. അപ്പോഴൊന്നും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലുമില്ലായിരുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും പരീക്ഷകൾ എഴുതി വിദേശത്ത് പോകണം, ആ ഒരു ചിന്തയും. അതിനപ്പുറം ദൈവത്തെ പറ്റിയോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ഒന്നിനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെ ഞാനൊരു പെട്ടെന്ന് എനിക്ക് എങ്ങനെ ഇറ്റലിയിൽ പോകുവാനുള്ള ഒരു സംവിധാനമുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ പങ്കെടുത്ത് അവർ സെലക്ട് ആവുന്നവരെ ഇൻഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷനും കിട്ടിയില്ല. അപ്പം ഞാൻ കരുതി ഇത് എനിക്കുള്ളതായിരിക്കില്ല, നമുക്കുള്ള അവസരം വരും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ പഴയതുപോലെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായൊരു കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, ഈ പ്രോജക്റ്റിലോട്ട് വരാം, ഇനിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയൻ. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ജർമ്മൻ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയനും. എന്നിട്ടും ഞാനത് നഴ്സിംഗ് പഠിച്ച് പാസ്സായി, എനിക്ക് എന്തുകൊണ്ട് ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ഞാനത് പഠിക്കുവാൻ തുടങ്ങി. ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 മാസമായപ്പോൾ തന്നെ കൂടെയുള്ള എല്ലാവർക്കും കൂടുതൽ പ്രോഗ്രസ്സുകൾ ഉണ്ടായി. ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. A1, A2 അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിലും എനിക്കൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഞാൻ നന്നായി പഠിക്കുമെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂസ് വരുമ്പോഴത്തേക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു, ഉടമ്പടി എടുക്കും മുന്നേ ഞാൻ കരുതിയത് ഉടമ്പടിയുടെ ആവശ്യം ഇപ്പോഴില്ല, ഇത് എന്നെക്കൊണ്ട് കഴിയും, എൻ്റെ കഴിവ് കൊണ്ട് ഇതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഇതെനിക്ക് പഠിച്ച് വിദേശത്ത് പോകുവാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ ഒരു വലിയൊരു ഇതെൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആത്മീയമായ വലിയ വളർച്ചയ്ക്കൊന്നും മെനക്കെട്ടിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്തിയിരുന്നില്ല. ആ സമയം വേറെ കാര്യങ്ങൾ മുഴുകുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് 6 മാസം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രോഗ്രസ്സുകൾ തുടങ്ങി. ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1ാമത്തെ നിയോഗം തന്നെ എനിക്ക് ഇറ്റലിയിൽ പോയി നഴ്സായി ജോലി ചെയ്യണമെന്ന് 1ാമത്തെ നിയോഗം വെച്ചു. 2ാമത്തെ നിയോഗം, അനിയത്തിയുടെ തൊണ്ടയിൽ ഒരു വീക്കമുണ്ടായിരുന്നു. അവൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണുന്നവരൊക്കെ ചോദിക്കും, അനിയത്തിയുടെ തൊണ്ടയിൽ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ വളരെ വലിയ രീതിയിലൊക്കെ ചിന്തിക്കുമായിരുന്നു, വേറെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമോ, അങ്ങനെ വല്ലാത്ത രീതിയിൽ ഞാൻ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം ഇത് 2ാമത്തെ നിയോഗമായി വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടിയിൽ വളരെ ഉഴപ്പായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കരുതും, എല്ലാവർക്കും നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയാൻ കിട്ടുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവേ ഉടമ്പടി എടുത്തിട്ടും എനിക്കൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് ആത്മീയമായ വളർച്ചയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം, അനിയത്തി ഇത് മാറണം, അതിനായി ഞാനൊരു ഉടമ്പടി എടുത്തു എന്ന് മാത്രം. അതിനപ്പുറം ആത്മീയമായൊരു വളർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി, മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പോയിൻ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിൽ എനിക്ക് വന്ന ആത്മീയ വളർച്ചയിലൂടെ എൻ്റെ ഈ പ്രോജക്റ്റിലും എനിക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങി. ഇൻ്റർവ്യൂ വരുന്നതനുസരിച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം ഉപ്പ് എല്ലായിടത്തും വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം മാസത്തിൽ ഒരു തവണ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓരോ ഇൻ്റർവ്യൂയിലും കഴിയും തോറും എൻ്റെ ലിസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ, ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല? അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളാണോ ചെയ്യാതെ ഞാൻ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, അത് അച്ഛൻ്റെ ടോക്കിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കും. പത്രം കൊടുക്കാൻ മടിയാണ്. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലൊക്കെ ഇരുന്നാണ് ജപമാല എത്തിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനം കേൾക്കുക, സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ എനിക്കിത് ആരെങ്കിലും കാണുമോ എന്നുള്ള ഒരു ഭയമാണ്. കൊന്തകൾ ചൊല്ലുമ്പോഴും ഇത് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലും കാണുമോ എന്നുള്ളൊരു, മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ച് ഞാൻ മറ്റുള്ളവരെ ആരെയും പറ്റി ചിന്തിക്കാതെ എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം, എനിക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യണം, എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവനും ദൈവത്തിന് വേണ്ടിയുള്ളതാക്കണം, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റണം, ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നും അവിടെ നിന്നും ഞാൻ പിന്നെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. എനിക്ക് എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധ്യാനം കൂടുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ അടുത്ത് കൃപാസനം ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുക, എങ്ങനെ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റും, നമ്മുടെ വിശ്വാസം എങ്ങനെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാം, മറ്റുള്ളവരെ നോക്കി നമ്മുടെ വിശ്വാസത്തെ മറച്ചു വയ്ക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ പ്രോജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെക്കാളും നന്നായി പഠിക്കുന്നവരും നല്ല മാർക്കുള്ളവരും നല്ല ലാംഗ്വേജ് ഉള്ളവരും എല്ലാം കഴിഞ്ഞ് പ്രോസസ്സിങ് എല്ലാം ഡോക്യുമെൻറ്റേഷനും ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഇതെല്ലാം പാതി വഴിയിൽ നിൽക്കുന്ന എന്നെ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുകയും ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന് അവരെന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് ഒരു പുരോഗതി ഇല്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, എനിക്ക് ഈ നിയോഗങ്ങളൊന്നും നീ നേടിത്തന്നില്ലെങ്കിലും എനിക്കിനിയുള്ള ജീവിതം ഉടമ്പടിയിലെ പോലെ ജീവിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം, അമ്മ മാതാവിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ എൻ്റെ നിയോഗങ്ങൾ പോലും ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വിദേശത്ത് പോകണമെന്നോ അനിയത്തിരി കാര്യങ്ങളോ എല്ലാം ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നിയോഗങ്ങൾ പോലും മറന്നു തുടങ്ങിയ സമയത്താണ് അവരെന്നെ വിളിക്കുന്നതും ഇൻ്റർവ്യൂ പാസ്സായി പോകുവാനുള്ള എല്ലാം റെഡിയായി. ഇപ്പോൾ ഞാൻ ടിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ഞാൻ പോവുകയാണ്. എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുത സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും മടി കാണിക്കുന്ന എനിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എന്ത് തന്നെ നടന്നാലും, എനിക്ക് എന്ത് ദൈവത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു വലിയ അവസരം തരണം. എല്ലാവരുടെയും മുൻപിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മ മാതാവിലൂടെ ഉടമ്പടിയിലൂടെയാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തതെന്ന് എല്ലാവരുടെയും മുൻപിൽ ഉറക്കെ പറയുവാനും എനിക്ക് വലിയൊരു അവസരം തരണം എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അനിയത്തിയുടെ തൊണ്ടയിൽ ആ വീക്കവും വേദനയോടും കൂടി ഞങ്ങൾ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം, അവിടെ നിന്ന് കുത്തി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അവളുടെ തൊണ്ടയിൽ തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും വളരെയധികം ടെൻഷനായിരുന്നു. ഇത് വേറെന്തെങ്കിലും ആയിരിക്കുമോ മറ്റെന്തെങ്കിലും, വളരെയധികം ഭയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ഞാൻ ഭയപ്പെട്ട രീതിയിലുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കാനിങ് നോർമൽ ഫൈൻഡിങ്സ് ആയിരുന്നു. യാതൊരുവിധ കുഴപ്പമില്ലാതെ, അവൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്ന അമ്മ മാതാവിന് 1000 നന്ദി. അമ്മ മാതാവിൻ്റെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. ഇതെല്ലാം തന്നതിന് അമ്മ മാതാവ് ഞാൻ 1000 നന്ദി പറയുന്നു. ആത്മീയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ആത്മീയ വളർച്ചയുണ്ടായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 5:30 പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്ന ഞാൻ 7 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. എപ്പോൾ സമയം കിട്ടിയാലും പ്രാർത്ഥിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഇപ്പം അവിടെ വിദേശത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ. എനിക്ക് ഇനി ജീവിതകാലം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മീയമായി വളരണം. ഒരു കുട്ടിയുടെ വളർച്ച പോലെ ആത്മീയ കാര്യങ്ങൾ ഇനിയും ഒരുപാട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അനാഥാലയം, കരുണാലയം എന്ന് പറഞ്ഞ ഒരു അനാഥാലയമുണ്ട്. അവിടെ പോയി അവരെ കാണുകയും അവർക്ക് ഒരു നേരത്തുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യും. പിന്നെ വഴി കാണുന്നവർക്കൊക്കെ പൈസ കൊടുക്കും, ചോദിക്കുന്നവർക്കൊക്കെ. മുൻപൊക്കെ ആണെങ്കിൽ അവർ പൈസ ചോദിക്കുമ്പോഴും അവർക്ക് എന്തിനാണ് പൈസ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതും അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞു, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീടുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന്. അതിനുശേഷം പിന്നെ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും. എന്നാൽ കഴിയുന്നത്, എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്ത് സഹായിക്കും. പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അവരുടെ കൂടി സമയം ചിലവഴിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 63, 7, 8 തിരുവചനങ്ങൾ. കർത്താവ് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. പ്രമിള ജോർജ് എന്ന ഈ മകളുടെ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച ജീവിതവും ഉടമ്പടി എടുത്തിട്ടുള്ള ആദ്യകാല ജീവിതവും ഉടമ്പടി തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള അർത്ഥവത്തായ ജീവിതവും അമ്മ മാതാവിൻ്റെ കൃപയാൽ ഏറെ പുറകിലായിരുന്നിട്ട് കൂടിയും ഏറ്റവും ആദ്യത്തെ മകളായി വിദേശത്തേക്ക് എത്തിച്ചേരുവാൻ ഒപ്പം പഠിച്ചത് നമ്മുടെ കൂട്ടത്തിൽ മകളെ അമ്മ മാതാവ് എടുത്തുയർത്തിയ അനുഭവമാണ് ഈ സാക്ഷ്യത്തിലൂടെ പ്രത്യേകമായി പങ്കുവച്ചത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടവും നമുക്കത് പ്രത്യേകതയിലൂടെ കാണാനാവും. ആദ്യത്തത് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പരിശ്രമങ്ങളാണ്. ഏറെ അതിനുവേണ്ടി തന്നെയാണ് മകൾ ഓടിയത്. ആ പരിശ്രമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെട്ടു. ജീവിതാവശ്യങ്ങളൊന്നും നിവർത്തിക്കപ്പെടാതെ ക്ലേശങ്ങളിലേക്ക് ജീവിതം മാറുന്നത് മകൾ സൂചിപ്പിച്ചു. പിന്നീട് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി മകൾ അണയുന്നതും ഉടമ്പടി നിബന്ധനകളെ പേടിച്ച് അല്പകാലമൊന്ന് പുറകോട്ട് മാറി നിൽക്കുന്നതും ഉടമ്പടി എടുത്തതിന് ശേഷം ചില കാര്യങ്ങൾ ചെയ്തും ചില കാര്യങ്ങൾ സ്വയം വേണ്ടെന്ന് തീരുമാനിച്ചും ഒരു 50-50 മനസ്സോടുകൂടി ആ ഉടമ്പടി ജീവിച്ചതിനെയാണ് മകൾ സൂചിപ്പിച്ചത്. അതിൽ പ്രധാനമായും 2 കാര്യങ്ങൾ മകൾ സൂചിപ്പിച്ചു. ഒന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ അറിയുക. അതേറെ കുറച്ചിലുള്ള കാര്യമായി മകൾക്ക് തോന്നിയിരുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥന പോലും വളരെ ഗൗരവത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായി എടുക്കുവാൻ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോടി നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള സമയവും കുർബാനയ്ക്കുള്ള സമയവും മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്. പിന്നീട് ഉടമ്പടിയിൽ അല്പം കൂടി കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പ്രതിസന്ധിയിലേക്ക് വരികയും പുതിയൊരു ഭാഷ, ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ ചെന്നിട്ട് അവിടെയും വലിയ മെച്ചമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മകൾ ഉടമ്പടിയെ ഒന്നല്പം കൂടി ഒന്ന് പരിശോധിക്കുന്നത്. എന്താ ഉടമ്പടിയിലുള്ള കുഴപ്പങ്ങൾ, തൻ്റെ വ്യക്തിപരമായ ഉടമ്പടി ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തലുകൾ തനിക്ക് ആവശ്യമുള്ളത്. സുന്ദരമായിട്ട് മകൾ തൻ്റെ വാക്കുകളിൽ അത് സൂചിപ്പിച്ചു. ഉടമ്പടിയെ തിരിച്ചറിയുവാൻ തുടങ്ങി. ഉടമ്പടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അമ്മ തന്നെ മകളെ പഠിപ്പിച്ചു. പരസ്യമായി ജപമാല ചൊല്ലുവാൻ, മറ്റുള്ളവരുടെ ഈശോയെക്കുറിച്ച് പറയുവാൻ, പത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈമാറുവാൻ, താൻ ഉടമ്പടി എടുത്തുവെന്ന് 2 പേരോട് പറയുവാൻ, ഒരു അഭിമാനക്ഷതവുമില്ലാതെ ജീവിക്കുവാൻ മകൾ നടത്തുന്ന ആ ധൈര്യപൂർവകമായ ഇടപെടലുകളാണ് മകളെ മുന്നോട്ട് ആ നിയോഗം സാധിക്കുന്നതിന് കാരണമാകുന്നത്. പ്രിയമുള്ളവരെ, അതെപ്പോഴും ഉടമ്പടിയിൽ സൂക്ഷിക്കണം. ഉടമ്പടി ഒരു മൂടപടമുള്ള ജീവിതക്രമമല്ല, അങ്ങനെ കരുതുകയും ചെയ്യരുത്. നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നത്, നമുക്ക് വേറെ പൊള്ളലൊന്നും ഏൽക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കിയൊക്കെ ഈശോയ്ക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തേക്കുക. ഉടമ്പടി വളരെ ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്തമുള്ള ദൈവസന്നിധിയിൽ വാക്ക് കൊടുക്കുന്ന ഒരു ജീവിതക്രമമാണ്. ഉടമ്പടി എടുക്കുന്നുണ്ടോ, ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാണ്. ആരെയും നിർബന്ധിച്ചൊരിക്കലും ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പിക്കില്ല. നിങ്ങൾ വരുമ്പോൾ തന്നെ കൃപാസനത്തിൽ അത് എഴുതി വച്ചിട്ടുള്ളത് കാണാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായ തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ഇത് എൻ്റെ ദൈവവുമായി ഞാൻ ഏർപ്പെടുന്ന വളരെ ഗൗരവമുള്ള ഉത്തരവാദിത്തമുള്ള, എൻ്റെ പഴയ ജീവിതത്തെ തിരുത്തി എഴുതുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ആഭിമുഖ്യങ്ങളെ മുഴുവനും ദൈവത്തിന് സ്വന്തമായി തീരെഴുതുന്ന ഒരു പദ്ധതിയാണ്.
അതുകൊണ്ടാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന് 10:32 മത്തായിയുടെ സുവിശേഷം നാം വായിക്കുന്നത്. അത് മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് നമ്മുടെ ചമ്മൽ മാറ്റി സന്തോഷം തരുന്ന, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ദൈവിക പദ്ധതി തന്നെയാണ് ഉടമ്പടി. ഇതൊരു രഹസ്യമായ ജീവിതക്രമമല്ല. അതുകൊണ്ടാണ് അച്ഛൻ പറയുക, ഇത് ഒരു പ്രാർത്ഥനയല്ല, ഒരു പ്രാർത്ഥിക്കുന്ന ജീവിതക്രമമല്ല, മറിച്ചത് പ്രവർത്തിക്കുന്ന ജീവിതക്രമമാണ്. മറ്റുള്ളവർ മുമ്പിൽ ധൈര്യത്തോടെ പറയാനാവണം, ഞാൻ ഉടമ്പടി എടുത്തു, എൻ്റെ അമ്മ മാതാവിലൂടെ എൻ്റെ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഈ നാളുകളിൽ ജീവിക്കുകയാണ്, ഞാൻ കുർബാനയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നത് ദൈവസ്നേഹത്തോടു കൂടിയാണ്, ജപമാല ഞാൻ ചൊല്ലുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്, ഞാൻ കുമ്പസാരിക്കുന്നത് പാപങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തിട്ടാണ്, അനുതാപത്തോടു കൂടിയാണ്. വെറുതെ ഒരു കുമ്പസാരമല്ല, വെറുതെ ഒരു കുർബാന കാണലല്ല, എങ്ങനെയെങ്കിലും ജപമാല ചൊല്ലിത്തീർക്കലുമല്ല. പ്രിയമുള്ളവരെ, ഇതിന് ഓരോരുത്തരും ഓരോ കാര്യത്തിനും നമ്മൾ അർത്ഥം കൊടുക്കുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് കാണാനാവും. മക്കൾ, അതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം മുഴുവനും നമ്മളോട് പങ്കുവെച്ചത്. അവളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന വ്യത്യാസം ദൈവകൃപയായി വളരുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവൾ ദൈവത്തെ ഓൺ ചെയ്തപ്പോൾ ദൈവം അവളെ ഓൺ ചെയ്തുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൂടെയുള്ള എല്ലാവരും പാതിവഴി പിന്നിട്ട് ഈ അടുത്ത ദിവസം പോകുമെന്ന് കരുതി കാത്തിരിക്കുമ്പോൾ എങ്ങുമെങ്ങും എത്താതിരുന്ന മകളുടെ ഇൻ്റർവ്യൂ വേഗം ശരിയാവുകയും മറ്റെല്ലാവരെക്കാളും മുൻപന്തിയിൽ മകൾ എത്തിച്ചേരുകയും ചെയ്തുവെന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത്. അത് ദൈവത്തിന് ഒരല്പ നിമിഷം മതി. നമ്മുടെ വർഷങ്ങളും ദൈവത്തിൻ്റെ നിമിഷവും തുല്യമാണ്. അതുകൊണ്ട് നാം എത്ര കണ്ട് പുറകിലാണെന്നതിനെക്കുറിച്ചല്ല, നാം എത്ര വേഗത്തിൽ ദൈവത്തിന് സ്വന്തമായി തീരുവാൻ, ദൈവത്തിന് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ജീവിതമായി തീരുവാൻ പരിശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ശ്രദ്ധ വേണ്ടത്. ദൈവത്തിന് സ്വന്തമാകുവാൻ നമ്മൾ തയ്യാറാണോ? ദൈവം എല്ലാവരെക്കാളും മുൻപന്തിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ തൊടുവാൻ, അനുഗ്രഹിക്കുവാൻ, മേൽഗതിയിൽ നയിക്കുവാൻ കൂടെ ഉണ്ടാവും. അതിൻ്റെ സാക്ഷ്യം ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണിത്. ദൈവത്തെ ഓൺ ചെയ്യുമ്പോൾ ദൈവം കൂടെ നിന്നു എന്ന് പറയുന്ന സാക്ഷ്യമാണിത്. ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു. ഭാഷയുടെ പഠനം, വിദേശത്തേക്കുള്ള പ്രോസസ്സ് എല്ലാം ലഘൂകരിച്ചു കൊടുത്തുവെന്ന് മകൾ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യമാണിത്. അതോടൊപ്പം സഹോദരിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലായിരിക്കുന്ന നമ്മൾ പ്രത്യേകമാവിധം അമ്മയുടെ തിരുനടയിൽ ഒന്ന് പരിശോധിക്കേണ്ടത്, ഇത് ഒരു കബളിപ്പിക്കലോ കൗശലമോ ഉടമ്പടിയിൽ ചേർത്തിട്ടുണ്ടോ? അത് ഉടമ്പടി പൂർണ്ണമായും വിശ്വസ്തതയിലും വിശ്വാസ്യതയിലും ജീവിക്കുന്നവരാണോ? എന്തെങ്കിലുമൊക്കെ കുറവുകൾ നാം സ്വയം കാണുന്നുവെങ്കിൽ അമ്മയോടും മാപ്പിരെന്ന് തിരുത്തുവാൻ തയ്യാറാവുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനരികെ തന്നെ അമ്മ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കയ്യെത്തി നേടണമെങ്കിൽ ഈശോയോടുള്ള വിശ്വസ്തത അത് അരക്കിട്ടുറപ്പിക്കുക. ദൈവം കൂടെ വന്ന് ജീവിത വിഷയങ്ങൾക്ക് സഹായം നൽകും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.